അല്ലു അർജുൻ ബേസിൽ ജോസഫ് സിനിമ വരുമോ? അല്ലു അർജുൻ ബേസിൽ ജോസഫ് സിനിമ വരുമോ എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു റൂമർ വരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അല്ലു അർജുൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ കല്യാണ റിസപ്ഷനാണെന്ന് തോന്നുന്നു ബേസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തെ അല്ലു അർജുനുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സിനൊക്കെയാണ് അതിനകത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ പെട്ടെന്ന് അദ്ദേഹത്തിനെ ആ ഒരു ടീമിൽ കണ്ടപ്പോൾ ഇനി അല്ലു അർജുനും ബേസിലൂടെ ഒരു സിനിമ വരുമോ, അങ്ങനെ ഒരു ചർച്ച ആ ഒരു ടൈം തൊട്ടേ തുടങ്ങി. പക്ഷേ ബേസിൽ അങ്ങനെ ഒഫീഷ്യൽ കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലോകേഷിൻ്റെ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ ഒന്നും ആകാതെ അദ്ദേഹം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ഒരു വൈബ് കിട്ടിയോണ്ടായിരിക്കാം അദ്ദേഹം അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനോട് ഒരുപാട് ഇൻ്റർവ്യൂസിലും എസ്പെഷ്യലി അതിരടി സിനിമയുടെയൊക്കെ പ്രൊമോഷൻ സമയത്ത് അദ്ദേഹത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് സംഭവം. എസ്പെഷ്യലി സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് നേരത്തെയാണ് ടു ഏർലി ടു ആസ്ക് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലു അർജുനെ വെച്ച് സിനിമ എടുക്കാൻ പോകണം പറ തിങ്ക് ബിഗ് എന്നൊക്കെയാണല്ലോ. ശരി പറഞ്ഞോ, അനൗൺസ് ചെയ്തോ? ഒന്നും ആയിട്ടില്ല, എന്തെങ്കിലും നടക്കുമ്പോൾ ഞാനൊന്ന് പറയാം. ഇതിനു മുമ്പ് അദ്ദേഹം ഹിന്ദിയിലൊരു പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് ഓൾമോസ്റ്റ് ഷെൽവ്ഡ് ആയ സമയം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഇനി ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഇനി ഒരു പ്രോപ്പർലി ഒരു ന്യൂസ് തരാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതൊരു സിനിമയാണോ അതെങ്ങനെ പറയാനൊരു സാഹചര്യമായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അതിനകത്ത് ആ പോസ്റ്റിനകത്ത് ഒരു ഐക്കൺ എന്നെഴുതിയ ഒരു തൊപ്പിയാണ്. യൂഷ്വലി അത് അല്ലു അർജുൻ ഒരുപാട് സ്ഥലത്ത് വെച്ചുകൊണ്ട് നടക്കാറുള്ള ആ ഒരു ടൈപ്പ് തൊപ്പിയാണ്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ രണ്ടുപേര് നിൽക്കുന്ന ഒരു ബ്ലേഡായിട്ടൊരു സാധനമുണ്ട്. അതല്ലാതെ ആ ഒരു പിക്ചറിന് അദ്ദേഹം ഇട്ടിരുന്ന മ്യൂസിക് എന്ന് പറയുന്നത് ആര്യ 2-ലെ റിങ് റിങ് എന്ന് പറയുന്ന ആ ഒരു സോങ് ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് സ്റ്റോറിയിൽ സ്റ്റോറി ഇട്ട സമയത്ത് അതിനകത്ത് താഴെ സ്റ്റാർ എന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലും സ്റ്റാർ എന്നിട്ടുണ്ടായിരുന്നു. ഐക്കോൺ സ്റ്റാർ എന്ന് തന്നെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കൺഫർമേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ടു ഏർലി ടു ഡിസ്കസ് എന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും ഓൾമോസ്റ്റ് അത് കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു സിനിമ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എസ്പെഷ്യലി ബീങ് എൻ അല്ലു അർജുൻ ഫാൻ. എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ്റെ ഒരു പീക്ക് ടൈം ഉണ്ട്, ഒരു 90s കിഡ്സിൻ്റെ ഒരു ആര്യ 2, ബണ്ണി, ദേശമുദ്രു അല്ലെങ്കിൽ കൃഷ്ണയൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഈ ഓണത്തിനും വിഷുവിനൊക്കെ ഈ മലയാളം ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് മലയാളത്തിൽ അദ്ദേഹം ഒരു സിനിമ ചെയ്യുമോ എന്ന് അദ്ദേഹത്തിനോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒരു നല്ലൊരു അദ്ദേഹം മലയാള സിനിമയെ ഒരുപാട് നോക്കിക്കാണുന്ന ഒരാളാണ്. ടെക്നീഷ്യൻസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്, അവരെ പറ്റിയൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട് നല്ലൊരു കഥ അതുപോലെ നല്ലൊരു ടെക്നീഷ്യൻ ഒക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷേ പിന്നെ ഒരു ടൈമിൽ അദ്ദേഹം ഒരു സ്റ്റാറായി മാറിക്കഴിഞ്ഞപ്പോൾ മലയാളത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു മാർക്കറ്റിലേക്ക് അല്ലു അർജുൻ മാറി. പിന്നീട് ഞാൻ ഉൾപ്പെടെ ഉദ്ദേശിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്നൊരു ഡയറക്ടർ പോയി അല്ലെങ്കിൽ ഒരു മലയാള പടം അദ്ദേഹം ചെയ്യുക എന്ന് പറയുന്നത് ഇനി അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ബേസിലിനെ പോലൊരു ഡയറക്ടറിൻ്റെ കൂടെ അദ്ദേഹം വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എസ്പെഷ്യലി ബേസിൽ എന്ന് പറയുന്ന ബേസിൽ യൂണിവേഴ്സ്, ആ ട്രോളിലുള്ള യൂണിവേഴ്സ് അല്ല, ബേസിലിൻ്റെ ഒരു കഥ പറച്ചിൽ, ബേസിലിൻ്റെ സിനിമകളൊക്കെ ഒരു ഫ്രഷ്നെസ് തോന്നാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻ ഫിലിം മേക്കറാണ്. ഇപ്പോൾ അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ച് നടക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹം സിനിമ അഭിനയിച്ച് നടന്നാൽ പോരാ, അദ്ദേഹം സിനിമകൾ ചെയ്യണം, ഒരുപാട് സിനിമകൾ ചെയ്യേണ്ട ഒരാളാണ്. അതുപോലൊരു ക്രാഫ്റ്റ്മാനാണ് മലയാളത്തിൻ്റെ. അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിലുണ്ടായിട്ടും വളരെ 3 സിനിമകൾ ചെയ്തിട്ടുള്ളൂ. ആ 3 എൻ്റെ ഫേവറേറ്റ് സിനിമകളാണ്. ഇപ്പം നമ്മൾ പറയാറുണ്ട് പഴയ സിനിമകളിൽ റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങാറുള്ളത്. പക്ഷേ ബേസിലിൻ്റെ സിനിമകൾക്ക് ആ റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. നമുക്കിങ്ങനെ ടി വിയിലൊക്കെ ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബേസിലിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗോദ ആയിക്കോട്ടെ, കുഞ്ഞിരാമൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പോർഷനൊക്കെ കണ്ടാലും വെക്കും, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചില പോർഷൻസൊക്കെ എടുത്ത് എപ്പോഴും കാണാറുണ്ട്. സോ അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ എന്നെ ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഭയങ്കര കൺസേൺ, അത് അല്ലു അർജുനാണ്. ഞാൻ അല്ലു അർജുൻ ഫാൻ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുക എന്നുള്ളതിലുപരി അദ്ദേഹത്തിൻ്റെ ഈവൻ ഇൻ്റർവ്യൂസ് വരെ ഞാനിരുന്ന് കാണാറുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡിൽ
ബേസിൽ ഫിറ്റ് ആവുമോ എന്നുള്ളത് എൻ്റെ എപ്പോഴും ഒരു ഡൗട്ടാണ്. ആ സമയം ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഇതിനെപ്പറ്റി റൂമർ വരുന്ന സമയത്ത് ബേസിൽ അല്ലു അർജുൻ ബേസിലിൻ്റെ ഒരു കഥ എന്ന് വെച്ചാൽ കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ്. കഥയിലേക്ക് മറ്റ് ക്യാരക്ടേഴ്സൊക്കെ വരുവാണെങ്കിൽ ഒരു കഥ എപ്പോഴും ഡ്രോണായിട്ട് പോകുന്നൊരു ഇതാണ്. അതിനകത്ത് ഒരുപാട് ഗിമിക്കുകളോ നായകനെ ഒരുപാട് എലിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളോ ഒന്നുമില്ല. പക്ഷേ അല്ലു അർജുൻ എന്ന് പറയുന്നത് ടോട്ടലി ഒരു തെലുഗു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ ഈ മാസ് മസാല ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത്. സോ അങ്ങനൊരു ഇതിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു സൂപ്പർ ഹീറോ ത്രെഡൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. റൂമറാണ്, നമുക്ക് അതിനെപ്പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും സോ അങ്ങനെ ഒരു കഥയായിരിക്കും. ഇപ്പം ഈവൻ മിന്നൽ മുരളി ആണെങ്കിലും നമ്മളൊരു വേറൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകുകയാണെങ്കിൽ, വേറൊരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ മിന്നൽ മുരളിക്കകത്തൊരു 150 എഫക്റ്റ് ഇട്ട് വേറെ ലെവലിലേക്ക് മാറ്റിയേനെ അവർ. പക്ഷേ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്നതിനെ പെർഫെക്റ്റ്ലി കറക്റ്റായിട്ടാണ് ബേസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനൊരു ഇതിലേക്ക് അല്ലു അർജുൻ എങ്ങനെ അദ്ദേഹം കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. നമ്മൾ അതുപോലെ ഈ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് ഡാൻസ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ പ്രിഫർ ചെയ്യാറില്ല, എസ്പെഷ്യലി മലയാളം സിനിമ. സോ അതിലേക്ക് ഇനിയും അല്ലു അർജുനെ എങ്ങനെ ഫിറ്റാക്കും എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമ ഡെഫിനറ്റ്ലി വരണം എന്നെനിക്കുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചൊരു കൺസേൺ ആണ്. അത് ബേസിലിൻ്റെ ഒരു കഥ പറച്ചിൽ അല്ലെങ്കിൽ ബേസിലിൻ്റെ ഒരു നരേഷനിൽ അദ്ദേഹം കൺവിൻസ് ആയിട്ടുണ്ടായിരിക്കണം, ആകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമ. ഇതിൻ്റെ ബോക്സ് ഓഫീസ് പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതയോ അങ്ങനെ അതിലുപരി ഒരു മലയാള പടത്തിൽ അല്ലെങ്കിൽ മലയാളം ഫ്ലേവറുള്ളൊരു അല്ലെങ്കിൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു സൂപ്പർവിഷനിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ അല്ലു അർജുൻ വരിക എന്ന് പറയുന്നത് കുറേ ഞാൻ പറഞ്ഞല്ലോ ഈ വർഷങ്ങളായിട്ടുള്ളൊരു അദ്ദേഹം ഇങ്ങനെ ഒരു നോർമൽ പടം, ഒരു നോർമൽ പടം ആയിരിക്കില്ല ഡെഫിനറ്റ്ലി, അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു വലിയ പടം തന്നെ ആയിരിക്കും. എന്നാൽ പോലും ഒരു മലയാളി ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇതിൽ കിട്ടിയാൽ അല്ലു അർജുൻ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നതിലുള്ള, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ്. അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ പേര് പണ്ട് പറഞ്ഞ് കേൾക്കുമായിരുന്നു. ഇപ്പം അമൽ നീരദിനെ പോലുള്ളൊരു ഡയറക്ടറിൻ്റെയിലൊക്കെ അല്ലു അർജുനെ കിട്ടുമ്പോൾ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ബേസിലേക്ക് കിട്ടുമ്പോൾ ബേസിൽ എങ്ങനെയാണ് അദ്ദേഹത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കൺസേൺ, ഏറ്റവും വലിയൊരു ഭയങ്കരമായുള്ളൊരു എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആണതിൽ. അവരുടെ ഇത് നമുക്കിങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇതുപോലും ആയിട്ടില്ല, ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രമാണ്, അതിലൊരു ഫോട്ടോ മാത്രമാണ്. പക്ഷേ ഓൾമോസ്റ്റ് കൺഫേം ആയ പോലെയാണ്. വരട്ടെ, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരട്ടെ, കൂടുതൽ വാർത്തകൾ വരട്ടെ, കൂടുതൽ കാര്യങ്ങൾ വരട്ടെ, ആരൊക്കെയാണ് എങ്ങനെയാണ് ഇത് വരാൻ പോകുന്നുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ഓർത്തത്. ഡെഫിനറ്റ്ലി സംതിങ് ഈസ് കമ്മിങ്, എന്തോ വലുത് വരാൻ പോകുന്നുണ്ട്. വരട്ടെ. ബേസിലിൻ്റെ ഒരു ഡയറക്ഷനിൽ അല്ലു അർജുൻ എന്ന് പറയുന്ന ഐക്കൺ സ്റ്റാറിനെ കാണാൻ സാധിക്കുന്നതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു പടം വരികയാണെങ്കിൽ എക്സൈറ്റഡ് ആണെന്നുള്ള കാര്യം, എക്സൈറ്റഡ് ആണെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ പറയാം.